എൻ്റെ ലൈഫിലുണ്ടായ ഒരു റിയൽ പ്രേതകഥ കേട്ടോ ഞാനിപ്പോൾ പറയാൻ പോണേ. ഞാനും എൻ്റെ ഫ്രണ്ടും എന്നും വൈകിട്ട് ഒരു ആൽമരച്ചോട്ടിൽ പോയിരിക്കാറുണ്ട്. സന്ധ്യ കഴിഞ്ഞ് അവിടെ ഇരിക്കരുതെന്നും അവിടെ പോക്ക് വരവിന്റെ ശല്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ആൽമരത്തിൽ ഞാനൊരു പൊട്ട് കണ്ടു. എന്താണെന്നറിയില്ല, ആ പൊട്ടെന്നെ വല്ലാണ്ട് ആകർഷിച്ചു. ഞാൻ ചെന്നത് പറിച്ചു. പിറ്റേന്ന് ഞാൻ അതെൻ്റെ ഓർമ്മ പുസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചു. അന്ന് രാത്രി ഉറക്കത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ആ സ്വപ്നം കാണുന്നത്. അതേ പൊട്ടിട്ട് ആൽമരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു വരുന്ന സുന്ദരിയായ ഒരു പെണ്ണ്. പിന്നീട് അങ്ങോട്ട് എന്നും ഞാൻ അവളെ സ്വപ്നം കാണൽ പതിവായി. അവളെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാത്ത ഒരു ദിവസം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. അവള് വരുമ്പോൾ ഒരു പാലപ്പൂവിന്റെ ഗന്ധമായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റാലും ആ ഗന്ധം എൻ്റെ റൂമിൽ മൊത്തം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. പിന്നീട് സ്വപ്നത്തിലല്ലാണ്ട് റിയാലിറ്റിയിലും അവൾ എന്നെ പിന്തുടരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. എത്രയായിട്ടും അവൾ എന്നെ വിട്ടു പോകുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വപ്നമേതാ യാഥാർത്ഥ്യമേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി ഞാൻ. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ആ ഡയറിയിലെ പേജ് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ അതോടെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എല്ലാ രാത്രികളും എനിക്ക് ഉറങ്ങാത്ത രാത്രികളായി മാറി. ഉറക്കമില്ലായ്മയും ടെൻഷനും കാരണം എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൂടി. കാണുന്നിടത്തെല്ലാം എൻ്റെ മുടികളായി. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് റിയാസ് എനിക്ക് കോക്കോ റൂട്ട്സിന്റെ പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്തത്. കണ്ടോ, ഇപ്പൊ എന്റെ മുടി എത്ര ക്ലിയറാ. കോക്കോ റൂട്ട്സിലുള്ള റോസ്മേരി വാട്ടറും റോസ്മേരി ഓയിലും നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും മുടി തഴച്ചു വളരാനും സഹായിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു കോക്കോ റൂട്ട്സ്. ഞാൻ ബഡയക്ഷി. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയി. അതുകൊണ്ട് ഉച്ച വരെ അങ്ങോട്ട് കടന്നുറങ്ങി. ഉറങ്ങി എഴുന്നേറ്റ് ഉടനെ എനിക്കൊരു ബ്ലഡ് കോഫി നിർബന്ധ. ഇത്തവണ ഞാൻ ഓപ്പോസിറ്റീവ് ബ്ലഡിന്റെ കോഫിയാണ് ഉണ്ടാക്കിയത്. പിന്നെ രാത്രി പാടാനുള്ള പാട്ട് ഞാൻ രാവിലെ പ്രാക്ടീസ് മനസ്സായി. പിന്നെ മുറ്റൊന്ന് അടിച്ചൊരി. അത് കഴിഞ്ഞിട്ട് ലാഫിംഗ് യോഗ ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഇന്നലെ രാത്രി ഒച്ച എടുത്ത് പാടിയിട്ട് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് ഗാർഗിൾ ചെയ്തു. രാത്രി ഉറങ്ങാതെ അലഞ്ഞിരുന്ന് നടന്നിട്ട് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ട് അലോവേരയുടെ ജെല്ല് യൂസ് ചെയ്തു. എനിക്ക് കൂടുതൽ ഇഷ്ടം വെള്ള ഡ്രസ്സുകളോടാണ്. പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ മാത്രം പാർട്ടി വെയർ യൂസ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പണ്ടാറപ്പല്ല് പൊന്തിയത് വീണ്ടും ഞാൻ ശ്രദ്ധിച്ചത്. എനിക്കാണെങ്കിൽ ഇന്നൊരു ഡെന്റിസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് പോകാനുള്ള തേപ്പിലായിരുന്നു ഞാൻ. ഒഴിവ് സമയങ്ങളിൽ ഞാൻ റീൽസ് ഇരുന്ന് കാണും, അല്ലെങ്കിൽ വെറുതെ കറങ്ങി നടക്കും. ഷെഡ് ഇടാൻ മറന്നാലും ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും ഞാൻ ഒരിക്കലും ഇടാൻ മറക്കില്ല. അങ്ങനെ ഞാൻ ദന്താശുപത്രിയിലെത്തി. ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ അവിടുത്തെ നിലം തുടക്കുകയായിരുന്നു. നിലത്ത് ചെളിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിലം തൊടാതെ മാറിയിട്ടാണ് ഡോക്ടറെ കാണാൻ പോയത്. ഡോക്ടർ അപ്പൊ ഉന്തും ഉന്തി വരുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു. ഇതൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നും ഇപ്പത്തെ പ്രേതങ്ങളെല്ലാം പല്ല അടിപൊളിയാണെന്നും പറഞ്ഞു. അത് കേട്ടപാടെ ഡോക്ടർ എന്നെ 2 കോൺട്രബലും കട്ട് ചെയ്തിട്ട് പ്രിസ്റ്റിന്റെ ക്ലിയർ അലൈനേഴ്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തു. നിങ്ങൾ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ വടയുമായി വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർക്ക് ഒരു വടയും കൊടുത്തിട്ട് പോകുന്ന വഴിക്ക് സിസ്റ്ററിന്റെ ചോരയെ ഊറ്റി കുടിച്ചിട്ട് ഞാൻ പാറിപ്പോയി.